اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله العلي العظيم. മഹത്തായ വേദിയെ ധന്യമാക്കിയ സാദാത്തുക്കൾ, ഉലമാക്കൾ, മഹല്ല് കാരണവന്മാർ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടെ അവന്റെ പൊരുത്തത്തിലായി നമ്മുടെ ഈ മജ്ലിസും നമ്മൾ ഈ സമർപ്പിച്ച പള്ളിയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ സമയത്ത് പരിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിമിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു, വദക്കിറുഹും ബി അയ്യാമില്ലാഹ്. ജനങ്ങളോട് അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദിവസങ്ങൾ വരുമ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. വല്ലാത്ത ഒരു ബന്ധമാണ് അള്ളാഹുവിന്റെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത ഈ ദിവസവും പള്ളിയും നിസ്കാരവുമൊക്കെയായി ഉള്ളത് എന്ന് മഹാനായ ഖമറുൽ ഉലമ നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇന്നത്തെ ദിവസം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പക്ഷേ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഹ്ലാദിച്ച, സന്തോഷിച്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതു വിധത്തിലാണ് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടത്? വേറെ ഒരു പ്രവാചകനെ പോലെയുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നത്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ പ്രിയപ്പെട്ട നബിയെ, തീർച്ചയായും അങ്ങേ ഞാൻ ജനങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് ഒന്നാമതായി തന്നെ ഷാഹിദ, അവിടത്തെ സാക്ഷിയായിട്ടാണ് ഞാൻ സമൂഹത്തിലേക്ക് അയച്ചിരിക്കുന്നത്. എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാക്ഷിയായത്? ഇസ്ലാം എന്ന ഈ മതത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കും നമുക്കുള്ള സാക്ഷി അള്ളാഹുവിന്റെ ഹബീബാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, അതാണല്ലോ മതത്തിന്റെ അടിത്തറ. ഇതിൽ അധികവും നമ്മുടെ ഭൗതികമായ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ യുക്തി കൊണ്ടോ നമുക്ക് ആലോചിച്ച് കണ്ടെത്താൻ പറ്റിയ വിഷയങ്ങളല്ല. ഭൗതിക യുക്തി കൊണ്ട് മാറ്റുരച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളുമല്ല. ഇതുകൊണ്ടാണ് അൽ-ബഖറയുടെ തുടക്കത്തിൽ വിശ്വാസികളെ, മുത്തഖീങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാണ് മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ? അവർ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എന്തിനാണ് ഗൈബ് എന്ന് പറയുക? പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ. നമുക്ക് 5 മാർഗങ്ങളാണ് ഒരു അറിവ് നേടാൻ ഭൗതികമായി അല്ലാഹു നൽകിയത്. ഒന്ന് കണ്ടറിയുക, കേട്ടറിയുക, തൊട്ടറിയുക, മണത്തറിയുക, രുചിച്ചറിയുക. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും അതീതമായി വിശ്വസിക്കാൻ കെൽപ്പുള്ളവരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ അധികവും പഞ്ചേന്ദ്രിയാതീതമായ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, പ്രപഞ്ചനാഥനായ ഒരു ശക്തി ഈ ലോകത്തിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ഊഹിക്കാനും ചിന്തിക്കാനും ഒരു പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട് സാധിച്ചേക്കാം. എന്നാൽ ഏതാണ് ആ ശക്തി എന്ന് കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് കഴിയില്ല. അത് നമുക്ക് പറഞ്ഞു തരാൻ ഒരു ദൃക്സാക്ഷി വേണം. എന്തിന്റെ പിൻബലത്തിലാണ് നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്? നമ്മൾ ആരെങ്കിലും യജമാനനായ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ? ആ അല്ലാഹുവിനെ സ്പർശിച്ചിട്ടുണ്ടോ? അല്ലാഹുവിൽ നിന്ന് നേരിട്ട് വല്ലതും കേട്ട് അല്ലാഹനെ മനസ്സിലാക്കിയിട്ടുണ്ടോ?
രുചിച്ചും മണത്തും പടച്ചവനെ അറിയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്? അവിടെയാണ് അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചത്. ഇന്നാ അർസൽനാക ഷാഹിദാ, നബിയെ അവിടുന്ന് സാക്ഷിയായിട്ടാണ് ഞാൻ അങ്ങയെ നിയോഗിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു സാരം? നമ്മൾ സാധാരണ കോടതിയിൽ കേസ് കൊടുക്കാറുണ്ട്. ആ കേസ് കൊടുക്കുമ്പോൾ ഇന്ന മനുഷ്യൻ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അതുകൊണ്ട് മാത്രം നമുക്ക് അനുകൂലമായ വിധി വരില്ല. അതിനാരാ ദൃക്സാക്ഷി? ആ സാക്ഷിയുടെ സാക്ഷിയാക്കാൻ പറ്റൂ. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുഴുവൻ വിശ്വാസകാര്യങ്ങൾക്കും സാക്ഷിയാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ജീവിതകാലത്ത് നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു ദൃക്സാക്ഷി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് മാത്രമല്ല റസൂലുള്ള സാക്ഷി, എല്ലാ സമുദായത്തിനും അല്ലാഹു ഉണ്ടെന്നതിന്റെ സാക്ഷി നബി തങ്ങളാണ്. മറ്റൊരു വിശ്വാസകാര്യമായ മലക്കുകളിലുള്ള വിശ്വാസം, നമ്മൾ ആരും മലക്കിനെ കണ്ടിട്ടില്ല, മലക്കിൽ നിന്നും ഒന്നും കേട്ടിട്ടില്ല, അവരെ കൈപിടിച്ചിട്ടില്ല, രുചിച്ചോ മണത്തോ അറിഞ്ഞിട്ടില്ല. ആരാണ് മാലാഖമാരെ കണ്ടത്? വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്നിലേറെ തവണ മഹാനവറുകളെ അല്ലാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ കാണുകയും അല്ലാത്ത പല പ്രാവശ്യങ്ങളിലും മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയും ചെയ്തത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ജിബ്രീലിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മളെ മതത്തിൽ നമുക്ക് വിശ്വാസമില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നമ്മളാരും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കി വിശ്വസിച്ചതല്ല. എന്തിന്റെ പിൻബലത്തിലാ നമ്മളെ വിശ്വാസം? നമുക്കതിനൊരു സാക്ഷിയുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാം വിശ്വസിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ അത് അല്ലാഹുവിന്റെ കലാമാണ് എന്നത്. ആരാ നമ്മളോടത് സാക്ഷ്യപ്പെടുത്തിയത്? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ അത് ഓതിക്കൊടുക്കുന്നത്? ആ ജിബ്രീലിനെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസവും മതിപ്പുമാണ് ഖുർആനിൽ വിശ്വസിക്കാനുള്ള നമ്മുടെ അടിസ്ഥാനം. സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നു, അത് ചോദിക്കുന്നു, നരകത്തെ തൊട്ട് അഭയം തേടുന്നു. ആരാണത് കണ്ട നേതാവ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ നബി തങ്ങൾ നമ്മുടെ എല്ലാ വിശ്വാസകാര്യങ്ങൾക്കും കർമ്മകാര്യങ്ങൾക്കുമുള്ള തെളിവാണ്, സാക്ഷിയാണ്. ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യജമാനനായ അല്ലാഹുവിനെ നേരിൽ കാണാൻ അല്ലാഹു അവസരമൊരുക്കിയ പവിത്രമായ ഒരു രാത്രി, മിഅ്റാജ് നടന്ന റജബ് 27 രാത്രിയിലാണ്. അല്ലാഹു ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ സാദാത്യങ്ങളെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത ഈ ദിവസം വരുമ്പോ ആ ദിവസത്തെ നമ്മൾ അനുസ്മരിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും അതിലൂടെയുള്ള സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. മഹാനായ ഖമറുൽ ഉലമ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മിഅ്റാജ് എന്ന് പറയുന്ന മഹാസംഭവം അവിടത്തേക്ക് ഒരുക്കി കൊടുക്കാൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പശ്ചാത്തലം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം 40-ാം വയസ്സിൽ പ്രബോധനത്തിനുള്ള പ്രത്യക്ഷത്തിലുള്ള അനുമതി ലഭിച്ചതു മുതൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് എതിർപ്പുകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്താണ് മുന്നോട്ടു പോയിട്ടുള്ളത്. തന്റെ അനുയായികളെ കൺമുമ്പിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ അനുയായികൾ നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ 3 വർഷക്കാലം 1 മണി ഗോതമ്പ് വിലക്ക് പോലും വിൽക്കാൻ സമ്മതിക്കാതെ ഭക്ഷോപരോധം വരെ ഏർപ്പെടുത്തി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രൂരമായ പീഡനം നുബുവത്തിന്റെ 7-ാം വർഷത്തിൽ ആരംഭിച്ച് നീണ്ട 3 കൊല്ലം 10-ാം വർഷം വരെ അത് നീണ്ടു നിൽക്കുകയാണ്.
അള്ളാന്റെ ഹബീബിന്റെ കുടുംബം പട്ടിണി കിടന്ന് ഞെരിപിരി കൊള്ളുന്നു. ശഅബ് അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ നബി കുടുംബത്തിലെ ചെറിയ കുരുന്നുകളുടെ നിലവിളി തൊട്ടടുത്തുള്ള മതാഫിൽ കഅബയുടെ പരിസരത്ത് വെച്ച് ആളുകൾ കേൾക്കുമ്പോൾ യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ ഉപരോധം ഏർപ്പെടുത്തിയ കാരണവന്മാരെ ചോദ്യം ചെയ്തു. നമ്മൾ പല നാട്ടുകാരുമായി യുദ്ധം നടത്തിയിട്ടുണ്ട്, തടവുകാരെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ ഒരു മനുഷ്യനെയും നമ്മൾ പട്ടിണിക്കിട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ക്രൂരതയാണ്. ഈ പീഡനം അവസാനിപ്പിക്കണം. പ്രതിഷേധം ശക്തമായപ്പോൾ ഖുറൈശികൾ നുബുവത്തിന്റെ 10ാം വർഷത്തിൽ ഉപരോധം പിൻവലിക്കുകയാണ്. പക്ഷേ അള്ളാന്റെ ഹബീബിന് സമാധാനിക്കാൻ അതുകൊണ്ട് വകയുണ്ടായില്ല. ഉപരോധം പിൻവലിച്ച ഉടനെ തന്നെ മുത്തുനബിക്ക് വലിയൊരാഘാതമുണ്ടായി. അത് ഇത്രയും കാലം ശത്രുക്കളുടെ നേരിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് നബിതങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബ് എന്ന മൂപ്പാപ്പയുടെ മരണമാണ്. ആ മരണത്തിൽ വേദനിച്ചപ്പോൾ മറുഭാഗത്തുനിന്ന് വെല്ലുവിളിയാണ്. നാട്ടുമൂപ്പനായിരുന്ന അബൂ ത്വാലിബിന്റെ മരണത്തോടെ ഇനി ആരാണ് മുഹമ്മദിന് സംരക്ഷണം കൊടുക്കുക എന്ന് വെല്ലുവിളിച്ചപ്പോഴാണ് കൃത്യം 3ാമത്തെ ദിവസം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാന്റെ ഹബീബിന് അഭയം നൽകി സാന്ത്വനം പകർന്നു കൊടുത്ത പ്രിയതമ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, അവരുടെ വിയോഗം നബിതങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് ചരിത്രത്തിൽ ഈ വർഷം രേഖപ്പെട്ട് കിടക്കുന്നത്. അള്ളാന്റെ ഹബീബിന് വലിയ പ്രയാസമായി. ഈ അവസരം ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുകയാണ്. മുത്തുനബി തങ്ങൾക്കെതിരെ ഇതുവരെ പുറത്തു നിന്നുള്ള അധിക്ഷേപങ്ങളും അപഹാസ്യങ്ങളുമായിരുന്നു നടന്നതെങ്കിൽ ഇപ്പോൾ ശാരീരികമായ ആക്രമണങ്ങൾക്ക് മുതിരുകയാണ്. പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടിട്ട് ശത്രുക്കൾ കൈകൊട്ട് ആർത്തി ചിരിച്ചത് ഈ കാലയളവിലാണ്. മുത്തുനബി പലപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം മക്കള് ആ ശരീരത്തിൽ കാണുന്നത് മണ്ണും മാലിന്യവുമാണ്. പെൺമക്കൾ ഇത് തട്ടിക്കൊടുത്തു ചോദിക്കും, നബിയെ എന്ത് സംഭവിച്ചതാണ്? മുത്തുനബി കണ്ണീരോടെ പറയും, ഇന്ന മനുഷ്യൻ മണ്ണുവാരി എറിഞ്ഞതാണ്, ചെളിവാരി എറിഞ്ഞതാണ്. പ്രവാചകന്റെ വീട്ടുമുറ്റത്ത് കഴുകിവെച്ച പാത്രത്തിൽ വരെ കാഷ്ടവും മലവും കാണപ്പെടുകയാണ്. അള്ളാന്റെ ഹബീബ് പുറത്തിറങ്ങി ഒരു പ്രസംഗം നടത്തിയാൽ മൂത്താപ്പയെ തന്നെ ഇറക്കിവിടുന്നു ശത്രുക്കൾ. എന്നിട്ടതാ ഇവൻ കള്ളനാണ്, ഇവൻ കള്ളനാണ് എന്ന് പറഞ്ഞു. അവസാനം ഹബീബ് ചിന്തിച്ചത് വല്ല മാറ്റവും വരുമോ, തൊട്ടടുത്ത പ്രദേശമായ തോയിഫിലൊന്ന് പോയാലോ. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആട്ടും തുപ്പും കൂക്കുവിളിയും കല്ലേറുമായി മക്കയിലേക്ക് തന്നെ അവർ ഓടിക്കുകയാണ്. കാലിൽ നിന്ന് ചോരധാരധാരയായി ഒഴുകുന്നു. മുത്തുനബി ഓടിക്കയറിയത് ഉത്ബ ശൈബ എന്ന കഠിന ശത്രുക്കളുടെ തോട്ടത്തിലാണ്. അവര് രംഗം കാണുന്നു. അവരതാ പറഞ്ഞു, ഇനി മക്ക വിട്ടുപോയ മുഹമ്മദിനെ മക്കയിലേക്ക് തിരിച്ചു കടത്തുകയില്ല. ചെകുത്താനും കടലിനുമിടയിലെന്ന പോലെ അള്ളാന്റെ ഹബീബ് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഒരു മാന്യന്റെ അഭയത്തിൽ അവസാനം മക്കയിലേക്ക് പ്രവേശം ലഭിച്ചെങ്കിലും പ്രബോധന പ്രവർത്തനത്തിന് അനുമതി കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോൾ അള്ളാന്റെ ഹബീബിന് എവിടെയും കൂക്കുവിളിയാണ്, പരിഹാസമാണ്, കൊലവിളിയാണ്, കല്ലേറാൻ. സാന്ത്വനപ്പെടുത്താൻ ഭാര്യയില്ല, സമാധാനിപ്പിക്കാൻ മൂത്താപ്പയില്ല. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നേരിട്ട് ആശ്വാസം പകരേണ്ട സന്ദർഭം സമാഗതമായി. ഈ പശ്ചാത്തലത്തിലാണ് അവന്റെ ഹബീബിന് ഇലാഹിയായ ഒരു ടൂർ പാക്കേജ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത്. അത് മിഅ്റാജാണ്. ആ മിഅ്റാജിന്റെ ആമുഖമെന്നോണമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടത്തേക്ക് ഇസ്റാ, രാപ്രയാണം സംഘടിപ്പിക്കുന്നത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള രാത്രിയിലെ പ്രയാണത്തെയാണ് ഇസ്റാ എന്ന് പറയുന്നത്. ആ ഇസ്റാ അത് എന്തിനു വേണ്ടിയായിരുന്നു? പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. മഹാന്മാരായ അയിമ്മത്ത് സൂചിപ്പിക്കുന്നു, അല്ലാതെ ഈ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് നേരിട്ട് ആകാശത്തേക്ക് പോകുന്നതിനേക്കാൾ ബുറാഖിന്റെ ഇന്ധനച്ചെലവ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പോയാൽ കുറയുന്നത് കൊണ്ടല്ല യാത്ര അവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. മറിച്ച് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാന്റെ ഹബീബ് ഈ
അത്ഭുത സംഭവം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ശത്രുക്കളോട് ഞാൻ മക്കയിൽ നിന്ന് അയനാകാശത്തിന്റെ അപ്പുറം പോയി അവിടെ തന്നെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വിചാരണ ചെയ്യാൻ പിന്നെ പഴുതുകൾ ഉണ്ടാകൂല. അതേ സമയത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അവിടെ നിന്നാണ് ആകാശത്തേക്ക് പോയത് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ്. അള്ളാന്റെ ഹബീബ് ഇതിനു മുമ്പ് ബൈത്തുൽ മഖ്ദസ് സന്ദർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുത്തുനബിയെ ചോദ്യം ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കും. അങ്ങനെ അവർ വിചാരണ ചെയ്തിട്ടുണ്ട് യാത്ര കഴിഞ്ഞു വന്നപ്പോൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തതായി ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ലമ്മാ കദ്ദബനി ഖുറൈശ്, ഖുറൈശികൾ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ, ഞാൻ മിഅ്റാജും ഇസ്റാവും നടത്തിയെന്ന വാർത്ത അവർ നിരാകരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിനെ എനിക്കതാ ഉയർത്തി കാണിച്ചു തന്നു. വിശുദ്ധ മക്കയിൽ നിന്ന് ഞാൻ അതിലേക്ക് നോക്കി. അതിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഇവരെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞു. ഇത് ശത്രുക്കളും മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇതിനു മുമ്പ് പോകാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ചിലത് നടന്നിട്ടുണ്ട് എന്ന് എതിരാളികളുടെ മനസ്സ് പറയാൻ നിർബന്ധിതമായി. ഇതിനു പുറമെ ഈ യാത്രക്ക് പിന്നിൽ വേറെയും ചില അജണ്ടകളുണ്ട്. അതിൽ ഒന്ന് നേരത്തെ ഖമറുൽ ഉലമ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. വേറെ ചിലത് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ഇമാം തബറാനിയിൽ നിന്നും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാം. അല്ലാഹുവിന്റെ ഹബീബ് അന്ന് ബുറാഖിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്റാ നടത്തുമ്പോൾ ഈ യാത്രക്കിടെ 4 സ്ഥലത്ത് ഈ അത്ഭുത വാഹനത്തിന് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. ആദ്യം ഇറങ്ങിയ സ്ഥലമേതാണ്? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബിനെയും കൊണ്ടുപോകുകയാണ്. ഒരൊറ്റ കുതിപ്പിന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ ഇവിടെ ഇറങ്ങണം. ഫസ്വല്ലി, ഇവിടെ വെച്ച് നിങ്ങൾ പ്രത്യേകം അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്നു, പ്രാർത്ഥന നടത്തുന്നു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അത്തദ്രീ, ഓ നബിയെ അവിടെന്നറിയുമോ, ഐന സ്വല്ലൈത, എവിടെ വെച്ചാണ് അങ്ങ് നിസ്കരിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് മഹാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, ഹാക്ക് ഇനി 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം ഹിജ്റ വരാനുള്ള മദീനയിലൂടെയാണ് ഈ ബുറാഖ് യാത്ര ചെയ്യുന്നത്. അന്ന് ബുറാഖിന് സ്റ്റോപ്പ് അനുവദിച്ച സ്ഥലം അതൊരു സാധാരണ സ്ഥലമല്ല. ആ സ്ഥലത്തിന്റെ സവിശേഷത പിന്നീട് നമുക്ക് ബോധ്യമാകുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ലോകത്ത് തന്നെ ആദ്യമായി പൂർണ്ണമായി പണി നിർവഹിച്ച പള്ളി അതാണ് മസ്ജിദുൻ നബവി. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് ആദ്യമായി ബുറാഖ് ഇറങ്ങുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഹിജ്റ പലായനം ചെയ്തുകൊണ്ട് മദീനയിലേക്ക് വരുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾ ദഫ്മുട്ടി ത്വാലൽ ബദറു ചൊല്ലി ആനയിച്ചപ്പോൾ പലരും മുത്തുനബിയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ കൈക്കലാക്കി, നബിയെ അവിടുന്ന് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചാലും എന്റെ വീട്ടിൽ വന്നാലും എന്ന് പറഞ്ഞ് ഓരോരുത്തരും പുന്നാര നബിയെ സൽക്കരിക്കാൻ ധൃതി കാണിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കുണ്ട്, ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കുക. ആ ഒട്ടകത്തിന് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള കൽപ്പനയുണ്ട്. ആ കൽപ്പന ലഭിച്ച സ്ഥലത്തായിരിക്കും ഒട്ടകം മുട്ടുകുത്തുക. ആ ഒട്ടകം പോയി മുട്ടുകുത്തിയത് എവിടെയാണ്? അന്ന് ബുറാഖ് ലാൻഡ് ചെയ്ത സ്ഥലത്താണ്. അതിന്റെ പരിസരത്തുള്ള അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ വീട്ടിലാണ് 7 മാസത്തോളം മസ്ജിദുൻ നബവിയുടെ പണി തീരുന്നതുവരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പൂർണ്ണമായും നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നത്. അതിനു മുമ്പ് ആ മസ്ജിദ് ഖുബാവിന്റെ തറക്കല്ലിടാൻ അവിടുന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. പൂർണ്ണമായും പണി കഴിപ്പിച്ച ആദ്യത്തെ പള്ളി മസ്ജിദുൻ നബവിയാണ്. ആ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയത് എല്ലാവർക്കും പാഠമായ ഒരു രീതിയിലായിരുന്നു. അള്ളാന്റെ ഹബീബും സുദ്ദീഖ് തങ്ങളും അന്നൊരു മത്സരം തന്നെ നടത്തി. എന്തായിരുന്നു? ആ പള്ളിയുടെ സ്ഥലത്തിന്റെ കാശ് ഞാൻ കൊടുക്കുമെന്ന് മുത്തുനബി.
അങ്ങനെതാ പലരും തയ്യാറായി. സ്ഥലത്തിന്റെ ഉടമകൾ പറഞ്ഞു ഞങ്ങൾ ഫ്രീ ആയി തരാം. റസൂലുള്ളാഹി പറഞ്ഞു വേണ്ട, അത് എന്റെ വകയിലാകട്ടെ. അങ്ങനെ എല്ലാവരും അത് സമ്മതിച്ചെങ്കിലും സന്തത സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖിനോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു, നബിയേ, ഈ അവസരം സാധുവായ സിദ്ദീഖിന് അങ്ങ് തരണം. അങ്ങനെ മഹാനവറുകളുടെ ഉത്കടമായ ആഗ്രഹം മനസ്സിലാക്കി ആ പള്ളിയുടെ സ്ഥലത്തിന്റെ കാശ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുത്തുനബി വാങ്ങുകയാണ്. അതൊരു വലിയ മാതൃകയാണ്. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഈ പള്ളിയുടെ സ്ഥലത്തിനു വേണ്ടി ആരൊക്കെ സംഭാവനകൾ തന്നിട്ടുണ്ട് ോടുകൂടെ അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പള്ളിയുടെ നിർമ്മാണം പൂർണ്ണമായും ശ്രമദാനമായിരുന്നു. ആരും കൂലി വാങ്ങാതെ സൗജന്യമായി പണിയെടുത്ത പള്ളിയാണ് ആദ്യത്തെ പള്ളി. ബുറാക്ക് മുട്ടുകുത്തിയ, ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്തതാ പള്ളിയുടെ പണി പൂർത്തിയായതിനു ശേഷം അതിന്റെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ ഓരോരുത്തരും മുന്നോട്ട് വന്നതാണ്. ആരെയും നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല. അൽഹംദുലില്ലാ. അതേപോലെ തന്നെ വളരെ സന്തോഷത്തോടെ പലരും മുന്നോട്ട് വന്നാണ് നമ്മളെ പള്ളിപ്പണി പൂർത്തിയായത്. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു ദിവസം ആ മഗ്രിബിന് ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് വന്നു നോക്കുമ്പോ പള്ളിയിൽ വല്ലാത്ത പ്രകാശം കാണുന്നു. ചന്ദ്രനെ വെല്ലുന്ന മുഖമുള്ള മുത്തുനബിയുടെ മുഖമതാ ആ പ്രകാശത്തിൽ ഇങ്ങനെ സന്തോഷത്താൽ മിന്നിലെങ്കുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, ആരാണ് ഈ പള്ളിയിലൊക്കെ വിളക്ക് കത്തിച്ചത്? അന്ന് വരെ രാത്രി വിളക്ക് വെക്കുന്ന പതിവില്ല. കാരണം വിളക്കിന്റെ സംവിധാനം തന്നെ കുറവാണ്. സെയ്ത്തെണ്ണ നിലവിളക്കിൽ ഒഴിച്ച് അതിൽ തിരിയിട്ട് കത്തിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വേറെ വെളിച്ചങ്ങളൊന്നും അന്ന് സംവിധാനമില്ല. അപ്പോഴാണ് നല്ല വിളക്ക് ഇങ്ങനെ തൂക്കിയിട്ടത് കാണുന്നത്. മുത്തുനബി ചോദിച്ചു, ആരാ ഇത് സംഘടിപ്പിച്ചത്? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. അദ്ദേഹം ഡമസ്കസിലേക്ക് കച്ചവടത്തിന് പോയപ്പോ മാർക്കറ്റിൽ നിന്ന് കണ്ട കിന്ദീലുകൾ, അഥവാ ഇന്ന് നമ്മളെ പ്രാചീന കാലത്ത് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന റാന്തലിന്റെ ഒരു പഴയ മോഡലാണ്. അങ്ങനെയുള്ള ധാരാളം വിളക്ക് കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ തൂക്കിയ ആ രംഗം കണ്ടപ്പോഴതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ പറഞ്ഞു, യാ തമീമദ്ദാരി നവ്വർതൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിനെ പ്രകാശിപ്പിച്ച ആളാണ്. അതുകൊണ്ട് നവ്വറല്ലാഹു ദുനിയാക വആഖിറതക, നിങ്ങളെ ദുനിയാവും അല്ലാഹു പ്രശോഭിതമാക്കട്ടെ. നിങ്ങളെ ആഖിറം, ഖബർ, പരലോകം, മഹ്ശർ എല്ലാം അല്ലാഹു വെളിച്ചത്തിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്, എനിക്കെങ്ങാനും ഇനി വിവാഹം ചെയ്യപ്പെടാൻ പോന്ന ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തമീമുദ്ദാരിക്ക് ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. എത്രയാണ് അഷ്റഫുൽ ഖൽഖിന് പള്ളിയിൽ ലൈറ്റ് കത്തിച്ച മനുഷ്യനോടുള്ള സന്തോഷം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പള്ളികൾ എപ്പോഴും പ്രകാശം നിറഞ്ഞതാവണം. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, അത് പള്ളിന്റെ കരണ്ട എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു 20 ബൾബ് മാത്രം, അങ്ങനെ പള്ളി കയറിയൊക്കെ ഇരുട്ട്. ഇത് പാടില്ല. കണ്ണിന് കാഴ്ച കുറഞ്ഞവർക്കും പലർക്കും ഓതാൻ കഴിയാത്തവരുണ്ട്. നടക്കുമ്പോ സ്ഥലം ശരിക്ക് കാണാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നല്ല വെളിച്ചമുണ്ട്. ആ വെളിച്ചം കണ്ട് ശീലിച്ച ആളുകൾ പള്ളിയിൽ കയറി വെക്കുക, പിന്നെ അവിടെ ഒരു ഇരുടുണ്ടാൻ പാടില്ല. അവിടെ എപ്പോഴും പ്രകാശമയമായിരിക്കണം. പള്ളിന്റെ കരണ്ട് കഴിഞ്ഞിട്ട് ഒരു കരണ്ടില്ല, സർക്കാരിന്റെ കരണ്ടാ. അതിന് നമ്മൾ കാശ് കൊടുക്കണം. അമിതമായി ദുർവ്യയം ചെയ്യാനല്ല പറയുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചം പള്ളിയിൽ ഉണ്ടാവണം. ആ പള്ളിയിൽ വെളിച്ചം കത്തിക്കാൻ മാസത്തിൽ കരണ്ട് വരും. ആ കരണ്ടിന് കാശ് നമ്മൾ കൊടുക്കണം. അതാണ് അന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചെയ്തതിന് പകരമായി നമുക്ക് ചെയ്യാനുള്ള പണി. നേരത്തെ സി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മളെ വീടുകളും ബിൽഡിങ്ങുകളും പ്രൗഢമാകുന്നതിനനുസരിച്ച് അതിന്റെ മേലെ നമ്മളെ പള്ളി പ്രൗഢമാകണം. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, ഉയർത്തപ്പെടാൻ അല്ലാഹ് സമ്മതം തന്ന വീടാണ് അല്ലാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ആത്മീയമായും ഭൗതികമായും എപ്പോഴും വീട് ഉയരത്തിൽ നിൽക്കണം. ഇസ്ലാമിക നാഗരികതകളുണ്ടായ ഏതു പട്ടണത്തിൽ നമ്മൾ ചെന്നാലും അന്ന് മുസ്ലിമീങ്ങൾ ഈ നയം സ്വീകരിച്ചത് കാണാം.
ആ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് അന്ന് പള്ളിയാണ്. വലിയ ബിൽഡിംഗ് വന്നപ്പോൾ പള്ളികളെ നില കൂട്ടാൻ പ്രയാസമായ നേരത്ത് മിനാരം സ്ഥാപിച്ചുകൊണ്ട് ആ മിനാരം പരിസരത്തുള്ള വീടിന്റെ മുകളിൽ വരണം. പരിസരത്തുള്ള ബിൽഡിങ്ങിനേക്കാൾ പള്ളി ഉയരത്തിലായിരിക്കണം. അതാണ് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ. അക്ഷരാർത്ഥത്തിൽ തന്നെ പള്ളി മേലെയായിരിക്കണം. നമ്മളെ വീടുകളിലൊക്കെ ഇന്ന് എസിയാണ്. അവിടെ സുഖത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാന്റെ പള്ളിയിൽ വീടും റൂമും എസിയായി കഴിഞ്ഞാൽ എസി സ്ഥാപിക്കണം. അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണെന്നും പറയണ്ട. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, നല്ലൊരു പള്ളി ഉണ്ടാ, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. അതിനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖിയാമത്ത് നാളിന്റെ എല്ലാ അലാമത്തും ഇവിടെ വരാൻ പാടില്ലാത്തതെന്നല്ല. ഖിയാമത്ത് നാളാകുമ്പം പലതും ഇവിടെ വരും. അതിൽ പെട്ടതാണ് ബിൽഡിങ്ങുകളൊക്കെ നീട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊളിച്ചു കളയണം എന്നാ ഖിയാമത്ത് നാൾ വരൂലേ? വരും, ഖിയാമത്ത് നാൾ എന്തായാലും വരും. പക്ഷേ അത് ഒരു ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. വീടും ബിൽഡിങ്ങും ഒക്കെ പ്രൗഢമാകുമ്പം പള്ളി അതിന്റെ മേലെ വരണം. നിസ്കാരത്തിന് വരുന്നവർക്ക് ശാന്തമായി സ്വസ്ഥമായി ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം. ഞങ്ങളെയൊക്കെ നാട്ടിലെ പള്ളിയിൽ ഇപ്പൊ എസി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം മഹാനായ മുത്തുനബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതേതാ സ്ഥലമെന്നറിയുമോ? നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ വന്നതും അവിടുന്ന് തൗറാത്ത് സ്വീകരിച്ചതുമായ തൂരി സീനാ പർവ്വതമാണ് നബിയേ. മഹാന്മാരെ തിരുശേഷിപ്പും ചരിത്രവും ഉറങ്ങുന്ന മഹത്വമേറിയ മണ്ണിൽ വെച്ച് അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന പാഠം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ വീണ്ടും ബുറാക്ക് കുതിക്കുന്നു. മൂന്നാമതായി ബുറാക്ക് എത്തിയത് ഫലസ്തീനിലെ തന്നെ ഒരു ഗ്രാമത്തിലാണ്. അവിടെ ഇറങ്ങാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയത് ഏതാ സ്ഥലമെന്നറിയുമോ? ഇത് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മനാടായ ജന്മസ്ഥലമായ ബൈത്തുലഹം എന്ന സ്ഥലമാണ്. ഇവിടെ വെച്ച് അവിടുന്ന് ദുആ ചെയ്യണം നബിയേ. അത് കഴിഞ്ഞ് നാലാമതാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞ കസീബുൽ അഹ്മർ എന്ന കുന്ന്. സ്വഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാം, മസ്ജിദുൽ അഖ്സയിൽ നിന്നൊരു കല്ലെടുത്തെറിഞ്ഞാൽ വീഴുന്ന സ്ഥലമാണ് കസീബുൽ അഹ്മർ. അത് മസ്ജിദുൽ അഖ്സയുടെ മഖ്ബറയാണ്. അവിടെ ഇറങ്ങാൻ പറഞ്ഞു. എന്തിനാണ്? ഒട്ടേറെ അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്ന വിധത്തിൽ അള്ളാന്റെ ഹബീബ് സിയാറത്ത് ചെയ്തത്. ഇതിന് ശേഷമാണ് ബൈത്തുൽ മഖ്ദസിലേക്ക് പ്രവേശിക്കുന്നത്. എന്തിനാണ്? ഇസ്രാ യാത്രയിൽ ഇങ്ങനെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളെ അള്ളാഹ് സന്ദർശിപ്പിച്ചത്. അത് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു യാത്ര പോകുമ്പോ മഹാന്മാരെ ആസാറുകളിൽ നിന്ന്, അവരെ തിരുശേഷിപ്പുകളിൽ നിന്ന്, അവരെ ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങളിൽ നിന്ന് ബറക്കത്ത് വാങ്ങി അതൊക്കെ സന്ദർശിച്ചു വേണം പോകാനെന്ന പാഠം നമുക്ക് നൽകാനാണ്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിച്ച് അള്ളാന്റെ ഹബീബ് അവിടുന്നതാ മഹാന്മാരായ മുഴുവൻ അമ്പിയാക്കളും അവിടത്തേക്ക് വരവേൽപ്പ് നൽകാൻ വന്നു. എന്തിനാണത്? മുത്തുനബിക്ക് ഇപ്പോൾ സാന്ത്വനം ആവശ്യമാണ്. എല്ലാവരും ബഹിഷ്കരിക്കുന്നു, കൂക്ക് വിളിക്കുന്നു, കല്ലെറിയുന്നു. മുത്തുനബിക്ക് അമ്പിയാക്കളൊക്കെ കൂട്ടിച്ചേർത്ത് കൊടുത്ത് അള്ളാഹു പറഞ്ഞു, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ. നബിയെ, അങ്ങയുടെ മുമ്പ് ഞാൻ നിയോഗിച്ച മുർസലിങ്ങളാണ് ഈ നിൽക്കുന്നത്. ചോദിച്ചോളൂ, വല്ലതും ആവശ്യമുണ്ടെങ്കിൽ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് സന്ദേശം അയച്ചുകൊണ്ടല്ലേ ഇവരൊക്കെ ഞാൻ അയച്ചത്. അവരൊക്കെ അതിനുവേണ്ടി ത്യാഗം ചെയ്തവരാണ്. ആ വിവരങ്ങളൊക്കെ ഇവരോടൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് ആവശ്യപ്പെട്ടപ്പം മുത്തുനബി പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല അല്ലാ, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അമ്പിയാക്കൾ റസൂലുള്ളാഹിനെ സാന്ത്വനപ്പെടുത്തി, പതറേണ്ടതില്ല, ധൈര്യസമേതം പ്രബോധന ഗോതയിൽ അങ്ങ് മുന്നോട്ടു പോകണം. ഇനി അതാ എല്ലാ അമ്പിയാക്കളുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാദത്ത്, ആ നേതൃപദവി പരസ്യപ്പെടുത്താനെന്നോണം അള്ളാന്റെ നിർദ്ദേശം വന്നു. മുത്തുനബിയോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബിക്കുമുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ സവിധത്തിൽ മുത്തുനബി മുന്നിൽ നിന്നതോടെ അന സയ്യിദു വൽദി ആദമ ആദമു വമന്ദുനഹു തഹ്ത ലിവാഇ, സർവ മനുഷ്യരുടെയും നേതാവാണ് ഞാനെന്ന
പ്രവാചകന്റെ പ്രഖ്യാപനം പ്രായോഗികമായി തെളിയിക്കപ്പെടുന്ന ചടങ്ങാണ്. ഇത് കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖിന് നല്ല ഒരു വിരുന്ന് കൊടുത്തു. ഒരു ഗ്ലാസ് പാലാണ് ഒന്ന്, മറ്റൊന്ന് മദ്യമാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാല് സന്തോഷത്തോടെ എടുത്തു കുടിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നെടുവീർപ്പിട്ടു, അൽഹംദുലില്ലാഹ് നബിയെ, അങ്ങ് പ്രകൃതിദത്തമായത് തെരഞ്ഞെടുത്തു, പ്രകൃതി വിരുദ്ധമായത് അങ്ങ് നിരാകരിച്ചു. അള്ളാന്റെ ഹബീബിന്റെ മതം പ്രകൃതിയുടെ മതമാണ്. പ്രകൃതിക്ക് ഇണങ്ങാത്ത വിരുദ്ധമായതൊന്നും അതിലില്ല എന്നുകൂടി ഈ സംഭവത്തിലൂടെ സൂചന നൽകി അമ്പിയാക്കളുടെ പ്രാർത്ഥനയും ആശീർവാദവും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങി ഇലാഹിയായ സന്നയായ കുതിരത്ത് നടക്കുകയാണ്. ഇതിനു മുമ്പും 2 തവണ കൂടി അള്ളാന്റെ ഹബീബിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് 3 പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ അത് വിവരിച്ചത് കാണാം. ഒന്ന്, ലംറത്ത് എന്ന കൂട്ടുകാരനോടൊപ്പം ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കളിച്ചു നടക്കുന്ന സമയത്താണ് അന്നൊരു ഓപ്പറേഷൻ നടന്നു. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കറുത്ത വസ്തു എടുത്ത് കളഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഹാദാ ഹല്ലു ശയാത്തീൻ, ഇത് പിശാചുക്കളുടെ വിഹിതമാണ്. കാരണം ഇന്നലി കുല്ലി ഇൻസാനിൻ ലിമ്മത്താനി, ലിമ്മത്തു മലക്കിൻ വലിമ്മത്തു ശൈത്താൻ. ഏതൊരു മനുഷ്യനും ഒരു പിശാചിന്റെയും ഒരു മലക്കിന്റെയും സമ്മർദ്ദമുണ്ട്, ഉൾവിളിയുണ്ട്, നിർദ്ദേശമുണ്ട്. എന്നാൽ അള്ളാന്റെ ഹബീബിനും അങ്ങനെയുണ്ട്. മുത്തുനബി പറഞ്ഞു, പക്ഷേ എന്റെ മേൽ അള്ളാഹ് അധികാരമേൽപ്പിച്ച പിശാച് അവൻ മുസ്ലിമായിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അവൻ ഒരിക്കലും എന്നെ തെറ്റുകൊണ്ട് കൽപ്പിക്കൂല. അത് റസൂലുള്ളാഹിന്റെ കുട്ടിക്കാലം മുതൽക്ക് സംശുദ്ധ ജീവിതം നയിക്കാനുള്ള പാകത ലഭിക്കുന്നതിനു വേണ്ടി ആ സ്വാധീനത്തിനുള്ള ഇടം ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്തതാണ്. 2ാമത്തെ ഓപ്പറേഷൻ നടക്കുന്നത് 40-ാം വയസ്സിലാണ്. അയിമ്മത്ത് പറയുന്നു, ഇത് എല്ലാ പ്രവാചകന്മാർക്കും നടക്കാറുള്ള ഒരു ഓപ്പറേഷനാണ്. ഇതെന്തിനാ? മഹാന്മാരായ മാലാകമാരിൽ നിന്നാണ് വഹി നേരിട്ട് സ്വീകരിക്കേണ്ടത്. മലക്കുകളെ കാണാൻ സാധാരണ കണ്ണുകൊണ്ട് കഴിയില്ല. നമ്മളെ ഈ മജ്ലിസിൽ മലക്കുകളുണ്ടാകും, നിസ്കാരത്തിൽ മലക്കുകളുണ്ടാകും, ദിക്റിന്റെ മജ്ലിസിലുണ്ടാകും. പക്ഷേ നമ്മളാരും കാണുന്നില്ല. എന്തുകൊണ്ട്? സാധാരണക്കാരന്റെ കണ്ണിന് വിധേയപ്പെടുന്നവരല്ല മാലാകമാർ. അതുകൊണ്ട് മലക്കുകളെ കേൾക്കാനും അവരെ കാണാനും അവര് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാനും അസാധാരണ പ്രകൃതി ആവശ്യമാണ്. ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് നൽകുന്നതിന് മുമ്പ് ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. 3ാമത്തേതാണ് മിഅ്റാജിന്റെ രാത്രിയിൽ സംസം കിണറിന്റെ ചാരത്ത് വെച്ച് നടത്തിയത്. ഇതെന്തിനു വേണ്ടിയാണ്? ആകാശലോകത്തേക്ക് ഒരു മനുഷ്യന് സാധാരണഗതിയിൽ കടന്നുപോകാൻ കഴിയില്ല. നാം താമസിക്കുന്ന ഭൂമിയുടെ ഏകദേശം 600 നായിക വ്യാസത്തിൽ മാത്രമേ ഓക്സിജന്റെ സാന്നിധ്യമുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു സ്പേസ് യാത്ര നടത്തണമെങ്കിൽ ആവശ്യമായ ഓക്സിജൻ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര സ്പേസ് യാത്ര മാത്രമല്ല, സപ്താകാശങ്ങൾക്കപ്പുറത്തേക്ക് സിദ്റത്തുൽ മുന്തഹിം കടന്നുള്ള പ്രയാണമാണ്. അതിനാൽ ഒരു കുപ്പി ഓക്സിജനും എടുത്തു പോകുക എന്നത് ഒരിക്കലും പര്യാപ്തമല്ല. അള്ളാന്റെ ഹബീബിന്റെ ശാരീരിക പ്രകൃതി തന്നെ വാനലോകത്ത് താമസിക്കാൻ പറ്റിയ പരുവത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ ശസ്ത്രക്രിയ നടന്നതെന്ന് പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. അങ്ങനെ അതാ മുത്തുനബി ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം ഒരു പ്രയാസവുമില്ലാതെ വാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി താണ്ടിക്കിടക്കുന്നു. സയ്യിദുനാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പോലുള്ള മഹാരഥന്മാരെല്ലാം വിവിധ ആകാശങ്ങളിൽ മുത്തുനബിക്ക് ഏർപ്പെടുത്തിയ പ്രോജ്വല സ്വീകരണത്തിന്റെ നായകത്വം വഹിച്ച് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വല്ലാത്ത സ്വീകരണമാണ്, നല്ല പ്രാർത്ഥനയാണ്. ഇതൊക്കെ കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പിന്നെ സിദ്റത്തുൽ മുന്തഹ എന്ന അത്ഭുത വൃക്ഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ സവിശേഷത അവിടെയാണ് സർവ മലക്കുകളുടെയും അറിവ് അവസാനിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള ലോകത്തെ സംബന്ധിച്ച്
ഒരു മലക്കിനും ഒരു വിവരവും ഇല്ല. ആ അത്ഭുത വൃക്ഷത്തിലേക്ക് എത്തിയപ്പോഴതാ അഷ്റഫുൽ ഖൽഖിനെ വരവേൽക്കാൻ അല്ലാഹു അവന്റെ ഹബീബിനെ സ്വീകരിക്കാൻ ഒരുക്കിയ സ്വീകരണവേദി സുബ്ഹാനല്ലാഹ്, അതൊരിക്കലും വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ആ രംഗത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് യഗ്ശസ്സിദ്റത്തമായ സിദ്റത്തുൽ മുന്തഹ എന്ന മരത്തെ അലങ്കാരങ്ങൾ പൊതിഞ്ഞതൊക്കെ പൊതിഞ്ഞു. അങ്ങനെ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കുകയല്ലാതെ മുത്തുനബി തന്നെ പറഞ്ഞു, ഒരു കണ്ണുകൊണ്ടും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വർണ്ണിച്ചു പറയാൻ പ്രയാസം തോന്നുന്ന വിധത്തിലുള്ള മഹാ അലങ്കാരങ്ങളാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഖദറിനനുസരിച്ച് അല്ലാഹു അവിടെ ചെയ്തു വെച്ചത്. അങ്ങനെ സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞ് പിന്നീട് അതാ ബഹറുൻ നൂറിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വല്ലാത്തൊരു പ്രകാശമയമായ ഒരു കടലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അതുവരെ കൂടെയുണ്ട്. അവസാനം പറയുന്നു, നബിയേ തഖദ്ദം, അങ്ങ് മുന്നോട്ട് നീങ്ങുക, പടച്ച റബ്ബുമായി മുനാജാത്ത് നടത്തുക, അവിടുന്ന് മുന്നോട്ട് പോകണം, ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോ തിരുനബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീൽ ഇതുവരെ എന്റെ കൂടെ വന്ന് ഞാൻ ഒരിക്കലും കാണാത്ത ഈ സ്ഥലത്ത് എന്നെ ഒറ്റക്ക് വിട്ടുപോകുകയാണോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയെ ലോ തഖദ്ദംതു റിജ്ലീ ലഹ്തറഖ്തു, ഞാനെങ്ങാനും ഈ പ്രകാശ കടലിലേക്ക് കാലുവെച്ചു പോയാൽ കരിഞ്ഞ് കരിക്കട്ടയാകും നബിയേ. മാ മിന്നാ മിൻ അഹദിൻ ഇല്ലാ ലഹു മഖാമും മഅലൂം, ഞങ്ങള് മലക്കുകളെ കൂട്ടത്തിൽ ഒരാളുമില്ല, പ്രവേശിക്കാൻ അവർക്ക് അതിർവരമ്പ് നിശ്ചയിക്കപ്പെടാതെ, അതുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രനല്ല, അങ്ങ് അല്ലാഹുവിന്റെ ഹബീബാണ്, പോകുക. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തെരഞ്ഞെടുത്തൊരു പ്രത്യേക ഇടത്ത് അവിടുന്ന് എത്തിച്ചേരുന്നു. പടച്ച റബ്ബുമായുള്ള മുനാജാത്ത് നടത്തുകയാണ്. ലഖദ് റആഹു മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, തന്റെ രക്ഷിതാവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അവിടെ വെച്ച് മുത്തുനബി കാണുകയാണ്. അല്ലാഹുവിനെ തന്നെ കാണുകയാണ്. ആ സമയത്ത് റബ്ബിന്റെ മുമ്പിലേക്ക് കാണിക്ക സമർപ്പിച്ചു. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എല്ലാ തിരുമുൽ കാഴ്ചകളും, നല്ല ആരാധനകൾ, എല്ലാ ദാനധർമ്മങ്ങളും ഇതിന്റെ ഒക്കെ അർഹൻ അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബേ നിനക്ക് സമർപ്പിക്കുന്നു. ഈ സമർപ്പണം അവിടെ കാഴ്ചവെച്ച നേരത്ത് അല്ലാഹുവിന്റെ പ്രത്യാഭിവാദ്യം വരുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ, ഓ പ്രിയപ്പെട്ട നബിയേ, എന്റെ സമാധാനം അങ്ങേക്ക് നേരുകയാണ്. ഇതുകൊണ്ട് റസൂലുള്ളാഹി സന്തോഷിച്ചില്ല. അവിടുന്ന് ഉടനെ ഈ ഉമ്മത്തിനെ സ്മരിക്കുകയാണ്. കൂട്ടിച്ചേർത്തു പറഞ്ഞു, അല്ലാഹ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങൾക്ക് അങ്ങയുടെ സമാധാനം വേണം, പോരാ, എല്ലാ നിന്റെ സച്ചരിതരായ അടിമകൾക്കും അവിടുത്തെ ശാന്തി വേണമല്ലാ എന്ന് പറഞ്ഞ് ഉമ്മത്തിനെ കൂടി അനുസ്മരിക്കുകയാണ്. അങ്ങനെ ഈ ഊഷ്മളമായ അഭിമുഖത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബദ അവിടത്തേക്ക് നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ വലിയൊരു സമ്മാനം നൽകുന്നു. അത് 50 വക്താക്കിയത് പിന്നീട് 5 ആക്കിയെങ്കിലും അല്ലാഹു അവസാനം പറഞ്ഞു, നബിയെ അത് എണ്ണത്തിലേ ചുരുങ്ങിയിട്ടുള്ളൂ, വണ്ണത്തിൽ ചുരുങ്ങിയിട്ടില്ല. ഒരു നിസ്കാരത്തിന് 10 നിസ്കാരത്തിന്റെ കൂലിയാണ്, അങ്ങനെ 5-ന് 50 എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മുത്തുനബിക്ക് സമ്മാനം കൊടുത്ത് തിരിച്ചയക്കുന്നു. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ മഹാസംഭവം അള്ളാന്റെ ഹബീബിന്റെ ജീവിതത്തിൽ അവിടത്തേക്ക് സമ്മാനിച്ച ധൈര്യവും സ്ഥൈര്യവും ആവേശവും ചില്ലറയല്ല. അതുകൊണ്ട് നബി തങ്ങൾക്ക് ഏറ്റവും അധികം വലിയ നിഅമത്ത് കിട്ടിയ ഈ ദിവസം വരുമ്പം വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, ഇങ്ങനത്തെ ദിനരാത്രങ്ങളെ നമ്മൾ ഉണർത്തിക്കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ചില ആളുകൾ, വിവരദോഷികൾ, അവരിതൊക്കെ ബിദ്അത്തായി കാണുന്നു.
ഒന്നും ഓർക്കപ്പെടാൻ പാടില്ല, എല്ലാം വിസ്മരിക്കപ്പെടണം. അനുസ്മരണ പരിപാടികളൊക്കെ അസ്തമിച്ചു പോകണം. ഒരു മതത്തെ തകർക്കാൻ ഇതിനേക്കാൾ വലിയൊരു ഗൂഢാലോചനയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പ്രസ്ഥാനത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ, ഒരു മതത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ സ്മരണകൾ എപ്പോഴും ഇരമ്പണം. അത് അസ്തമിക്കാൻ പാടില്ല. ഓർമ്മിപ്പിക്കപ്പെടേണ്ടത് ഓർമ്മിപ്പിക്കപ്പെടണം. അതാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിന് അനുഗ്രഹം കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നാളെ പകലിൽ നമ്മളൊക്കെ നോമ്പെടുക്കേണ്ടവരാണ്. അതിന് വലിയ പ്രതിഫലമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉണർത്തിയതുപോലെ അയ്യാമുൽ ഫവാദിൽ, ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ, അത് മഹാന്മാര് പല സ്ഥലത്തായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മഹത്വമേറിയ ദിവസമാണ് മിഅ്റാജിന്റെ പകൽ. നമ്മൾ അറബി കലണ്ടർ അനുസരിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് മഗ്രിബോടെയാണല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ തീരൽ നാളെ മഗ്രിബോടെയാണ്. അതുകൊണ്ട് മിഅ്റാജ് ഉണ്ടായ രാവിന്റെ പകൽ നാളെ പകലാണ്. നാളെ നമുക്ക് നോമ്പ് സുന്നത്താണ്. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നോമ്പിന്റെ വലിയ ഫളായില് പറഞ്ഞ ഹദീസ് മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ എല്ലാവരും നോമ്പെടുക്കണം. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരന്മാരും ഏതെങ്കിലും വിശുദ്ധ റമളാനിലെ നോമ്പ് നമുക്ക് ഖളാ ആയതുണ്ടെങ്കിൽ ആ നോമ്പ് കൂടി കരുതി 2 നോമ്പും കൂടെ നിയ്യത്താക്കി നമ്മൾ നാളെ നോമ്പെടുക്കുക. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേർന്ന് അള്ളാഹുവിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്ത് നമ്മൾ മടങ്ങണം. ആ പവിത്രമായ ഒരു രാത്രിയിൽ നമുക്കിവിടെ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നൽകിയ തൗഫീഖിന് നമ്മൾ അള്ളാഹനെ സ്തുതിക്കണം. വന്യരായ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയണം. അർഹമുർ റഹീമീനായ റബ്ബ് ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ